ഇത് നിന്നെ തല്ലുന്ന എന്റെ കൈജിതയോ? നീ എന്നെ തല്ലണമടാ. കാരണം ഒരിക്കൽ നിനക്കൊരു ജീവൻ നൽകാനാണ് ഞാൻ. എന്നോട് നീ ഇത് ചെയ്തേ മതിയാവും. എന്നോടാണ് നീ തെറ്റ് ചെയ്യുമെങ്കിൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു. പക്ഷെ സ്വന്തം നിലപോലും മറന്ന് നമുക്ക് അവയിൽ നിന്നൊരു നല്ല പെൺകുട്ടിയോട് നീ കാണിച്ച വൃത്തികരെ എനിക്ക് സഹിക്കാനാവില്ല. അവൾ എന്റെ പെങ്ങളൊന്നുമല്ലല്ലോ. അതേടാ, അവൾ എന്റെ പെങ്ങളാണ്. സ്വന്തം പെങ്ങൾക്ക് പോലും തോന്നാത്ത സ്നേഹമാണ് അവൾ നമ്മളോട് കാണിച്ചത്. രക്തത്തിന് കാന്തത്തിന്റെ ആകർഷണ ശക്തിയൊന്നുമില്ലടാ. സാഹചര്യങ്ങളാണ് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. അവൾ ഇന്ന് എന്റെ പെങ്ങളാണ്. അവളുടെ നിഴലിനെ പോലും ചവിട്ടി കടന്നു പോകാൻ ശ്രമിച്ചാൽ ഈ രാജുവിനെ വിടില്ലെന്ന് ഓർമ്മിച്ചു. നിർത്തണം എന്റെ പ്രസംഗം. കുത്തിയവനെ തിരിച്ചു കൊത്താതെ ഈ രാം ഉറങ്ങാറില്ലെന്ന് നിനക്കറിയാമല്ലോ. നിന്റെ ഈ കളി തീക്കളിയാണെന്ന് ഓർമ്മിച്ചോ. ഇപ്പൊ ഞാൻ പോകുന്നു. വിളിച്ചാ പോവല്ലേ നിവർത്തിയുള്ളൂ മോളെ. ഇനി അതോർത്ത് കരഞ്ഞിട്ട് എന്താ കാര്യം? ആ ഗോപി ഒന്ന് വിവരം അറിയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ ആശ്വാസമായിരുന്നു. ഏതായാലും ഒരാളായിട്ടൊരാളുണ്ടല്ലോ. ജാനകി, നീ ഇന്ന് കൂട്ടിനിവിടെ കിടന്നോ? ഞാൻ എപ്പോഴേ തീർച്ചപ്പെടുത്തിയതാ ഇന്ന് രാത്രി ഇവൾക്ക് ഇവിടെ കൂട്ടുകിടക്കണമെന്ന്. എനിക്ക് ഈ ഡ്യൂട്ടിക്ക് സമയം. ഞാൻ പോട്ടെ മോളെ. നോക്ക്, എന്റെ ചില്ലറ വല്ലതും ഉണ്ടോ? അതിനെന്റെ കയ്യിൽ ചില്ലറയൊന്നും ഇല്ലെന്ന്. ഒന്ന് വെറുതെ പറയൂ. അതിനെന്റെ കയ്യിൽ ചില്ലറയൊന്നും ഇല്ലാന്ന്. ഇല്ലെങ്കിൽ വേണ്ട, ഞാനിവിടെ തരയിക്കോളാം. മോളെ പോട്ടെ. എന്താ രാമു ഒരു ഉന്മേഷക്കുറവ്? ഒന്നുമില്ല. എന്നാലും എന്തോ ഒരു വിഷമമുള്ള പോലെ തോന്നുന്നു. ഇവിടെ വന്ന് ഇത്രയും കാലമായിട്ട് ഒരു ജോലി ഏർപ്പെട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു വിഷമം. ജോലി കിട്ടാത്ത വിഷമോ? രാമുവിന് എത്ര ജോലി വേണം?
മുതലാളിയെ കണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. മുതലാളിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. വാ, അതിനു മുമ്പ് നമുക്ക് ആ ഷാപ്പ് വരെ ഒന്ന് പോയി. അയ്യോ, എന്റെ കയ്യിൽ കാശ്. കാശോ? അതൊരു പ്രശ്നമല്ല. രാമുവിന് കാശ് എത്ര വേണം? ഞാൻ തരാം. വന്നേ. ആ നാരായണനാര് ജീവിച്ചിരുന്നപ്പോ വാർദ്ധക്യ പെൻഷനും ഇല്ല, ഒരു കൊടച്ചക്രവും ഇല്ല. മരിച്ചു മണ്ണായപ്പോതേ വന്നിരിക്കുന്ന പെൻഷൻ. ഈ സർക്കാരിന് കണ്ണുമില്ല മൂക്കുമില്ല. എടി ജാനു, ഞാനിങ്ങനെ ആലോചിക്കുക, നമുക്കും വേണ്ടടി ഒരു പെൻഷൻ. ഏത് വക പെൻഷൻ? വയസ്സന്മാർക്ക് പെൻഷൻ, കണ്ണോട്ടന്മാർക്ക് പെൻഷൻ, പണിയില്ലാത്തവന് പെൻഷൻ. ഓപ്പറേഷൻ ചെയ്താൽ സാരിയും ബക്കറ്റും കാശും. നമ്മുടെ സർക്കാർ പറയുന്നത് എന്താണെന്നറിയാം? എനിക്കറിയണ്ട. അറിയണം. നാം രണ്ട്, നമുക്ക് രണ്ട്. നമുക്ക് ഒന്ന് പോയിട്ട് ഒരര കുട്ടികളുണ്ട്. കുടുംബാസൂത്രണം എന്ന് പറഞ്ഞ് യുവന്മാർ എത്ര കാശാ വാരിക്കോരി കൊടുക്കുന്നത്? ഒരാസൂത്രണം ഇല്ലാതെ നമ്മൾ സർക്കാരിനെ സഹായിക്കല്ലേ? അപ്പൊ പെൻഷൻ നമുക്ക് കിട്ടണം. ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. ആദ്യരാത്രിക്ക് പിച്ചും പേയും പറയുന്നത്. എനിക്ക് അടങ്ങി കിടക്കാനാവില്ല. ഇതൊരു തരം അവഗണനയല്ലേ? ഈ രാജ്യത്തെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നയിക്കുന്ന നിന്നെപ്പോലുള്ള മച്ചികൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണടി. കിടത്തി പൊറപ്പിക്കില്ലെന്നാ തോന്നുന്നത്. ഇതിനു വേണ്ടി നമുക്കൊരു അവകാശ സമരം നടത്തണം. അതിനുവേണ്ടി നമുക്കൊരു സംഘടന ഉണ്ടാക്കണം. മത്സ്യ തൊഴിലാളി സംഘടന. നീ കുറെ തടിയും മണ്ണൊക്കെ ഉള്ളതല്ലേ? അപ്പൊ നീ പ്രസിഡന്റ്, സെക്രട്ടറിയും ഖജാൻജിയും ഞാൻ. എന്നാ പിന്നെ ഖജാൻജിക്ക് കള്ളി ഷാപ്പിൽ സൗകര്യമായല്ലോ. ആ യൂണിയനൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. നമുക്ക് കിടന്ന് ഉറങ്ങാം. നീയേ ഉറങ്ങ. എന്താണ്? കൊഞ്ചുന്നു പെണ്ണ്, കൊഞ്ചുന്നു. നീ വിളക്കെടുത്ത് വിളക്കെടുത്ത്. എന്താണ് വിളക്കെടുത്തന്നെ? അങ്ങനെ ഇപ്പൊ വിളക്കെടുത്തണ്ട. മാറിക്കേ. കണ്ടോ, ഇത് കണ്ടോ? ഇവളെന്റെ ഭാര്യ. ഞാൻ പറഞ്ഞ അനുസരിക്കില്ല, എന്നോട് മാറിക്കിടക്കാൻ. നിങ്ങളെ ഭാര്യ ഇത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കോ? സഹിക്കോ? വിളക്കറിയുന്നില്ല. 2-3 ദിവസം ഞാൻ കൂടെ താമസിപ്പിച്ചു. മുതലാളിയുടെ സൗകര്യം നോക്കിയിട്ട് കൊണ്ടുവരാമെന്ന് കരുതി. രാമുവിന് ആവശ്യം ഒരു ജോലിയാണ് അല്ലേ? അതേ മുതലാളി. രാമുവിനെ നമ്മുടെ ഭാഗത്ത് നിർത്തിയാൽ മറ്റേ കാര്യത്തിന് ഒരു എളുപ്പം ഉണ്ടാവും. നീ പോയി അതിനിങ്ങോട്ടായി. ശരി മുതലാളി. രാമു അല്ലേ? അതെ. ചാക്കോ പറഞ്ഞു. ഞാൻ അല്പം തിരക്കിലായിരുന്നു. നിന്റെ കൂട്ടുകാരനൊരുത്തനുണ്ടല്ലോ, അവനെവിടെ? അവനാ ഗിരിജയുടെ വീട്ടിലുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. എന്ത് പറ്റി? മുതലാളിക്ക് അറിയാമോ, അവൻ ഗിരിജയുടെ അമ്മാവന്റെ മകനൊന്നുമല്ല. അതേ മുതലാളി, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊലപ്പുള്ളിയാണ് അവൻ. ഓഹോ, അങ്ങനെയോ? അവനെ പോലീസിലേൽപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വേണ്ട മുതലാളി, രാജുവിനെ പോലീസ് പിടിച്ചാൽ ഞാനും കൊടുക്കും. മാത്രമല്ല, എനിക്ക് അവനോട് നേരിട്ട് പ്രതികാരം ചോദിക്കണം. എന്റെ നേരെ ഉയർന്ന കൈ എനിക്ക് തന്നെ വെട്ടിയറിയണം. അതിന് മുതലാളി എന്നെ സഹായിക്കണം. നിനക്കെന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു. തൽക്കാലം ഈ രഹസ്യങ്ങളൊന്നും ആരും അറിയണ്ട. നമുക്ക് നേടാനുള്ളത് നേടിക്കഴിയുന്നതുവരെ നിന്റെ താമസ സൗകര്യം ചാക്കോ ഏർപ്പെടുത്തും. ശരി മുതലാളി.